എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അവസാനം നന്ദുവെ വിളിച്ചിട്ട് അനു ആ കാര്യങ്ങൾ പറയണം. എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ പോകുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണം എന്ന് പറയണം. പക്ഷെ നന്ദു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച അനിയെ, പക്ഷെ അനിയൊന്നും സമ്മതിച്ചില്ല. നന്ദുനോട് പറഞ്ഞു, നീ പിന്നാമ്പുറത്തെങ്കിലും ഇറങ്ങി വാ, ഞാൻ അവിടെ എന്താളും കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയണം. നന്ദുവിന് വല്ലാത്ത വിഷമായി. നന്ദുവിന്റെ മനസാക്ഷിയാണ് നന്ദുവിനോട് പറഞ്ഞു, അവൻ ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്നല്ലേ, അപ്പൊ നീ ഒന്ന് ചെല്ലാനൊക്കെ പറയണം. നന്ദുവിനാണെങ്കിൽ ഭയങ്കര വിഷമം. എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കും? പോരാത്തേന് ദേവേനിയും അവരെല്ലാരും ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ കണ്ണു പിടിച്ച് പുറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നന്ദു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. ഈ സമയത്ത് ദേവേനിയും നയനയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവാണ് അവരുടെ സംസാര വിഷയം. നയന പറഞ്ഞു, നന്ദുവിന്റെ കാലത്ത് എനിക്ക് പേടിയൊന്നുമില്ല, അവൾ എവിടെ പോയാലും 4 കാലത്ത് തന്നെ നിൽക്കും. പക്ഷേങ്കില് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. കാരണം അവൾ കുറച്ച് കരാട്ടയും കാര്യങ്ങളൊക്കെ അവൾ അഭ്യസിച്ചിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ഈ കാര്യങ്ങൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം ദേവേന പറഞ്ഞു, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇതൊക്കെ പഠിച്ചിരിക്കണം, അവര് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും പഠിച്ചിരിക്കണം. കാലമില്ല കാലമല്ലേ. കാരണം രണ്ടുപേര് വന്നാലും അവരെയൊക്കെ തകർത്ത് അവൾക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് സാധിക്കണം എന്നൊക്കെ ദേവേനി പറയാം. നയന പറഞ്ഞു, അത് ശരിയാ, ആ കാര്യത്തിൽ പിന്നെ നന്ദുവിനെ നമുക്ക് വിശ്വസിക്കാം. നന്ദുവിൻ്റെ കൂടെ നമുക്ക് എവിടെ വേണേലും നമുക്ക് കൂടെ പോവാം. കാരണം നമ്മുടെ കൂടെ ഒരു ആൺതുണി ഉള്ള പോലെ അവളുണ്ടെ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു 4-5 പേര് വന്നാലും അവൾ അവരെയൊക്കെ അടിച്ചൊതുക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അനി അവിടെ കാത്തു നിൽക്കുമായിരുന്നു നന്ദുവിന് വേണ്ടിയിട്ട്. അവൾ ഇതിലായിട്ടും വന്നിട്ടില്ല. എന്താണാവോ അവൾ ഇതിലായിട്ടും വരാത്തെ, ഇനി അവൾ വരാതിരിക്കുവോ എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലേക്ക് വരുക. അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല, തന്നെ കാണാതെ അവൾക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ താൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലും. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അനി ഇങ്ങനെ കാത്തു നിൽക്കുവാണ് നന്ദുവിന് വേണ്ടിയിട്ട്. ആ സമയം അനാമിക കട്ടക്കലിപ്പില്ല. അനി പോയത് അനാമയെ കണ്ടിട്ടുണ്ടായിരുന്നു. അനാമയെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, മോളുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് നിൽക്കും. എങ്ങനെ ഇരിക്കാതിരിക്കാനോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനി എനിക്ക് പുല്ല് വില തന്നിട്ട് അവൻ പോയിരിക്കുന്നത്. എങ്ങോട്ട് പോയെന്ന്? എങ്ങോട്ട് പോവാനാ? അവളെ കാണാനായിട്ട്. ആ നന്ദു എന്ന് പറയുന്നവളെ ഞാൻ അവനോട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ പുറത്തു പോകാന്ന് പറഞ്ഞു. ഇനിയിപ്പോ അപ്പൊ അവൻ പറയാ, ഞാൻ ഇവിടുത്തെ സ്വസ്ഥത കെടുത്തുന്നവളാ, പുറത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാ ഞാൻ പോണേ, ആ സമയത്ത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ. ഒരു കാര്യം തീരുമാനിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് പോയില്ലെന്ന് പറയാം. പെട്ടെന്ന് ചലച്ചു പറഞ്ഞു, മോളെ നീ അങ്ങനെ തീരുമാനമൊന്നും എടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവളുണ്ടല്ലോ, ആ നന്ദു എന്ന് പറയുന്നവളോ, അവൾ ഇങ്ങോട്ടേക്ക് കയറുമെന്ന് പറയാണ്. ഇത് കേട്ടതും അനാമി പറഞ്ഞു, ഞാനങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൾ ഇങ്ങോട്ട് കയറാൻ നോക്കണ്ട. എനിക്ക് അനിയെ വേണ്ടെങ്കിലും എനിക്ക് എന്നെ വേണ്ടെങ്കിലും, പക്ഷെ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, ഒരു കാരണവശാലും പോയില്ല. അവളെ ഈ പഠിക്കാത്തേം കേട്ടില്ല എന്ന് പറയാ. ജലജ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവിതം നയിക്കണം, എങ്കിൽ മാത്രമല്ലേ അനിയെ പിടിച്ചെടുത്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നത് ഇവിടേക്ക് കയറും. അല്ലെങ്കിൽ തന്നെ നയനയും നവ്യയും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഏത് സമയത്ത് അവളെ ഇങ്ങോട്ട് കയറ്റാമെന്ന് വിചാരിച്ചോണ്ട്. അതുകൊണ്ടല്ലേ 3 പേരും കൂടെ അവിടെ തമ്പടിച്ച് ഇരിക്കുന്നേ. ആ നയനെന്ന് പറയുന്നതോളം പോയിട്ട് ഇതുവരായിട്ട് തിരികെ വന്നില്ലല്ലോ. അനാമി പറഞ്ഞു, അതൊരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമില്ല അപ്പച്ചി. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല. അനിയിപ്പ എന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും പോയില്ല. ഞാൻ അവന്റെ ഭാര്യയാണ്, എനിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം. പിന്നെ അവനുമായിട്ട് യാതൊരു റിലേഷൻ വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോയില്ല എന്ന് പറയാം. ജലജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൾ ഇത്ര കേമി തന്നെയാണ്. കാരണം ഇവള് നോട്ട് ഇട്ടിരിക്കുന്ന അനിയല്ല, ഇവിടുത്തെ സ്വത്തും പണമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവളിവിടെ തമ്പടിച്ചിരിക്കുന്നത് തന്നെ. അവളെ അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കി വിടാൻ പറ്റില്ല. എന്താണെങ്കിലും ജാനയ്ക്കും അനിക്കും കിട്ടിയിരിക്കുന്ന മുതൽ കൊള്ളാം എന്നൊക്കെ ജലജ മനസ്സ് വിചാരിക്കുക. ഇത്രയും കൂടി എരിപരി കയറ്റി വിടുവാണെങ്കിൽ അവളുടെ മനസ്സിന് ഇച്ചിരി കൂടെ ദേഷ്യം കയറട്ടെ ആ നന്ദുവിനോടും നയനയോടും ഒക്കെ. അങ്ങനെയാണെങ്കിൽ തനിക്കും അത് നല്ലൊരു കാര്യമാണല്ലോ. എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നീട് ജലജ ചെയ്ത് കുറെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നന്ദുവിന്റെ നയനയുടെ ഒക്കെ. കാരണം അനാമിക ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു, ഇനിയിപ്പോൾ അവൾമാർ എന്തൊക്കെ കിടന്ന് തലയും കുത്തി മറിഞ്ഞാലും ശരി, ഒരു കാരണവശാലും ആ നന്ദു എന്ന് പറയുന്നവളെ ഞാൻ ഇതിനകത്തേക്ക് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ദേവേനി മനസ്സിൽ കരുതി, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു രണ്ടിലൊന്ന് തീരുമാനിക്കും. ഒന്നെങ്കിൽ ആശാന നെഞ്ച് തല കളരിക്ക് പുറത്തെന്ന് പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ അനാമിക പുറത്തു പോവും, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് കയറി വരും. എന്തേലും ഒന്ന് സംഭവിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം ആദർശം നല്ല ടെൻഷനാണ്. ഇതുവരെയായിട്ടും ദേവേനി വന്നിട്ടില്ല. അപ്പോഴേക്കും
ജയൻ അങ്ങോട്ടേക്ക് വന്നു. ജയൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ മോനെ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയാം. അല്ല, ദേവേൻ ഇതുവരെയായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശ് ചോദിച്ചു, അച്ഛന് തോന്നുന്നുണ്ട് അമ്മ ക്ഷേത്രത്തിലേക്ക് പോയെന്ന്. എന്താടാ അങ്ങനെ പറഞ്ഞേ? അമ്മ ക്ഷേത്രത്തിലേക്കൊന്നും അല്ല പോയെന്ന് പറയണം. പിന്നെയോ അമ്മ നയനയുടെ അഴികളുണ്ടെന്ന് പറയണം. അങ്ങോട്ടേക്കോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാൻ നന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയുടെ ശബ്ദം ഞാൻ അവിടുന്ന് കേട്ടു. അവരെല്ലാം കൂടെ ഒത്തു കളിക്കുന്ന അവർക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന അമ്മയും നയനയും തമ്മിൽ ഒന്നിച്ചെന്ന് പറയാണ്. സത്യമാണ് നീ പറയണേ. ഞാൻ എന്തിനാ അച്ഛാ കള്ളത്തരം പറയണേ? എന്നിട്ട് എന്തിനാണ് മോനെ അവൾ ഇതെല്ലാം മറച്ചു വെക്കണമെന്ന് ചോദിക്കാം. അതാ അച്ഛാ എനിക്ക് അറിയത്തില്ലാത്തെന്ന് പറയണം. അപ്പോഴേക്കും അജയനും കൂടെ എങ്ങോട്ടേക്ക് വന്നു. അജയനും ഇത് കേട്ടു. അജയൻ ഇത് കേട്ടൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, അമ്മായിമ്മയും മരുമോളും വീടിനകത്ത് വന്ന് ശത്രുക്കള്, പുറത്തിറങ്ങി കഴിയുമ്പത്തേനും അവര് മിത്രങ്ങളല്ലേ, അകത്ത് കീരിയും പാവം പോലെ കഴിഞ്ഞിട്ട് പുറത്ത് ഭയങ്കര സ്നേഹം. ഇത് കേട്ട് ഇനി ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യാനാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്ന് പൊളിച്ചെടുക്കണ്ടേന്ന് ചോദിക്കണം. നമ്മുടെ മുന്നേ ഇത്രയും വലിയ നാടകം കളിക്കുമ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് നാടകം കളിക്കേണ്ടെന്ന് ചോദിക്കും. ആദർശ് പറഞ്ഞു, നാടകമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കിത് അത്ര പെട്ടെന്ന് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ചെറിയച്ച. ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്ത് സംഭവിക്കുന്ന ഓർത്താ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. കാരണം നിനക്കറിയാലോ ഞാൻ എത്ര മാത്രം ആഗ്രഹിച്ചിരുന്ന അമ്മയും നയനെ ഒന്നു ചേരണമെന്ന്, അവർ തമ്മിലുള്ള ആ പിണക്കങ്ങളെല്ലാം മാറി ഒന്നു ചേർന്ന് നല്ല സന്തോഷത്തോടെ കഴിയണമെന്ന്. എന്നോടെങ്കിലും ഒരു വാക്ക് അവൾക്ക് പറയായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അജയൻ പറഞ്ഞു, അത് പിന്നെ ഇവിടെ ജലജയും ജാനകിയും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയാം. എത്രയാന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞ് ഞാൻ ആരോടെങ്കിലും പറയാൻ പോകുന്നുണ്ടോ? ഇപ്പൊ എന്നിട്ടോ വലിയ കള്ളത്തരല്ല കാണിച്ചോണ്ടിരിക്കുന്നേ. അവരുടെ വിചാരം കള്ളത്തരൊന്നും പിടിക്കപ്പെടില്ലെന്നാ. പക്ഷേങ്കില് എത്ര കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞാല് ഒരു നാൾ പിടിക്കപ്പെടും. പലനാൾ കള്ളന് ഒരു നാൾ പിടിക്കപ്പെടും എന്നല്ല ചെറിയച്ച പറയണെന്ന് നിൽക്കും. അതൊക്കെ ശരിയാണ് മോനെ. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? നോക്കട്ടെ, എത്രണ്ണം വരെ പോകും നോക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, കുറച്ച് നാളായി ഞാൻ ദേവേനിൽ ഈ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇടയ്ക്ക് അവളിങ്ങനെ ക്ഷേത്രത്തിലേക്കാന്നും പറഞ്ഞൊരു പോക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നയനമോളെ ഇവിടെ കാണാറില്ല. എനിക്കൊന്നും അവര് പുറത്തു വെച്ചാന്ന് തോന്നേ സംസാരിച്ചോണ്ടിരുന്നേ. ഇവിടെ വെച്ചാകുമ്പോൾ നമ്മളെല്ലാരും കാണുമല്ലോ എന്നൊക്കെ പറയണം. ആദർശം അത് ശരി തന്നെയാ. നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ അവൾ പൊടിയിടുമായിരുന്നു രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അധികം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കള്ളത്തരം പിടികൂടണമെന്ന് പറയണം. പിന്നെ ഒരു കാര്യമുണ്ടച്ചാ, അങ്ങനെ കള്ളത്തരം പിടികൂട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയതുപോലെ അവളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. എന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അതേച്ചാ, എൻ്റെ അടുത്ത് കള്ളത്തരം ഇത്രയും വലിയ കള്ളത്തരം മറച്ചു വെച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കുന്നത്? ഇപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന് അറിയാവോ? എന്നൊക്കെ ആദർശ് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം അജയൻ പറഞ്ഞു, ഇതിപ്പം ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞാലേ അവസാനം തിരിച്ചടി കിട്ടുമെന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല, എല്ലാം ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഈ ദേവേൻ ഇത് എന്ത് ഭാവിച്ച എന്നൊക്കെ പറഞ്ഞ് ജയനും അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം നന്ദു ഇങ്ങനെ മുറിക്കാതിരിക്കുക. അനി വിളിച്ചോണ്ടിരിക്കുക, ഇറങ്ങി ചെന്നില്ലെങ്കിൽ പ്രശ്നമോ, ഇറങ്ങിപ്പോയാലോ, ഒന്നവനെ കണ്ടിട്ട് വരാം എന്നൊക്കെ കരുതിയിട്ട് നന്ദു പതുക്കെ മുറിയിൽ നിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. ദേവേനെ വന്നിട്ട് നന്ദുവിനോട് ചോദിച്ചു, നന്ദു നീ പോകാൻ റെഡി ആയിട്ടിരിക്കുവാണല്ലോ അല്ലേന്ന് ചോദിക്കാം. അതേന്ന് പറയണം. പിന്നീട് നന്ദുവിനെ വിളിച്ചിട്ട് പോയി, അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് വരിക. ഞാനിനിയിപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം കാണാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അതിനേക്കാളുപരി നന്ദുന് 3 മാസം കഴിയാതെ വരാനൊന്നും പറ്റില്ല. ഒരു കാര്യമുണ്ട് മോളെ, അറിയാലോ അനിയുടെ അനാമികയുടെ കാര്യം അറിയാലോ. ഈ സമയത്ത് നന്ദുവിനെ അനി വിളിച്ചാലും നീ കോൾ എടുക്കാനൊന്നും പോകണ്ട. അത് മാത്രമല്ല അവനെ കാണാനും ശ്രമിക്കരുതെന്നൊക്കെ പറയണം. ഇത് കേട്ട നന്ദു പറഞ്ഞു, ഇല്ലെന്നൊക്കെ പറയണ. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ തന്നെയാണെങ്കിൽ അനി അവിടെ വന്ന് നിൽക്കുക തന്നെ കാണാൻ വേണ്ടിയിട്ട്. തനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്താണ് ദേവാനി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും തനിക്ക് എന്തെങ്കിലും എതിർത്ത് പറയാനും പറ്റുമല്ലോ. അതൊക്കെ ഓർത്തിട്ട് നന്ദുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പാവാനി അവനിപ്പോൾ കാത്തിരിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി നന്ദുവിനെയും കൂടി സിറ്റൗട്ടിലേക്ക് വരുവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് അനി കയറി വരുന്നത്. അനി കുറേ സമയം അവിടെ നോക്കി നിന്നിട്ട് അനി കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ഒരു നിമിഷം ദേവേനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. കാരണം നന്ദുവിനെ ചേർത്ത് പിടിച്ചിട്ടാണ് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ കണ്ടതും നന്ദുവും ഞെട്ടി, ദേവേനെ കണ്ടതും അനിയും ഞെട്ടി, അനിയെ കണ്ട ദേവേനി ഒന്ന് ഞെട്ടുവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം താൻ ഇവിടെ വരുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ അനി ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ദേവേനിക്കും അറിയത്തില്ലോ. ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ള. ഇനിയിപ്പം
അനി അങ്ങ് വന്നതിന്റെ പേരിൽ അതിന്റെ പേരിൽ ഇനി വിഷയം ഉണ്ടാക്കുമെന്നും അറിയത്തില്ല ദേവേനി. ഇപ്പൊ ദേവേനിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കി അനി കൊടുക്കുമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.